sessions, and this is Shruti, and as usual we are going to discuss IELTS Writing Task 1 Academic. നമ്മൾ വീണ്ടും ഒരു പുതിയ ലൈവായിട്ട് ഈ വീക്കിലെ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ലൈവായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് സാമ്പിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ്, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സ്കോർ അല്ലെങ്കിൽ ബാൻഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ടുഡേ വി ആർ ഓൾസോ ഗോയിങ് ടു ഡിസ്കസ് ബാർ ഗ്രാഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബാർ ഗ്രാഫ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ബേസിസിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഏതൊരു ഗ്രാഫായാലും അല്ലെങ്കിൽ ഏതൊരു റിപ്പോർട്ടായാലും പല രീതിയിൽ എഴുതാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സാമ്പിൾ എടുത്തിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ജോണി. അപ്പോൾ സ്റ്റുഡൻസിന് പലപ്പോഴും ബാർ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട്സ് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം? നമുക്ക് പല രീതിയിൽ കോണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസിന് ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് യു ക്യാൻ ഗ്രൂപ്പ് സിമിലർ ട്രെൻഡ് കാണിക്കുന്ന കാര്യങ്ങളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ബോഡി പാരഗ്രാഫിൽ എഴുതാൻ പറ്റും. അല്ല എങ്കിൽ സിമിലർ ട്രെൻഡ്സ് അല്ല, കമ്പാരിസൺ പോലെ അല്ലെങ്കിൽ എന്താണ് കോൺട്രാസ്റ്റിംഗ് ട്രെൻഡ്സിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ്? സോ യു ഹാവ് ടു ഷോ ദാറ്റ് യു ആർ ഡൂയിങ് ഇസ് ബോഡി പാരഗ്രാഫിൽ സിമിലാരിറ്റീൻ്റെ ബേസിസിലാണോ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്, സ്ട്രക്ചർ ചെയ്യുന്നത്, അതോ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന ട്രെൻഡ്സിനെ ഗ്രൂപ്പ് ചെയ്താണ് എഴുതുന്നത്. എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? സോ ദാറ്റ്സ് വൈ യു യൂസ് പ്രോപ്പർ കണക്ടേഴ്സ്. അല്ലെ സിമിലർ ആയിട്ടുള്ള ട്രെൻഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് കണക്ടേഴ്സ് ലൈക്ക് സിമിലർലി അല്ലെങ്കിൽ ലൈക്ക് വൈസ്, അങ്ങനെ കണക്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ നോക്കുക. ഇനി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസൊക്കെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്യാം? യു ക്യാൻ യൂസ് ഹൗവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ കോൺട്രറി അല്ലെങ്കിൽ ഇൻ കോൺട്രാസ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് കണക്ടേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാമ്പിളാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഐ ബിലീവ് ദാറ്റ് യു ഗൈസ് ആർ ഫെമിലിയർ വിത്ത് ദ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് നേരെ സാമ്പിളിൻ്റെ വർക്കൗട്ടിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബാർ ഗ്രാഫ് ഷോസ് ദ ഗ്ലോബൽ സെയിൽസ്, ആൻഡ് ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് പറയുന്നുണ്ട്. സോ ഇൻ ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. യു ഓൾവേസ് ഹാവ് ടു ബി കെയർഫുൾ വിത്ത് യൂണിറ്റ്സ്. ഒരിക്കലും യൂണിറ്റ്സ് മാറിപ്പോകരുത്. പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, യൂണിറ്റ്സ് ശ്രദ്ധിക്കാറില്ല. സോ ആദ്യത്തെ 5 മിനിറ്റ്സ് എപ്പോഴും നിങ്ങളോട് അനലൈസ് ചെയ്യാൻ എടുക്കാൻ പറയാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് പാരാമീറ്റേഴ്സിലാണ് വരുന്നത്, എന്ത് യൂണിറ്റ് ആൻഡ് പെർസെൻറ്റേജ് ആണോ, കറൻസി അല്ലെങ്കിൽ പ്രൈസ് ആണോ, അല്ലെങ്കിൽ ടൈം ആണോ, ഏജ് ഗ്രൂപ്പാണോ, ക്വാണ്ടിറ്റി ആണോ, എന്താണ് അവിടുത്തെ പാരാമീറ്റർ, അതെപ്പോഴും ചെക്ക് ചെയ്യണം. സോ ഇവിടുത്തെ കേസിൽ എന്താണ്? ഇൻ ബില്യൺ ഡോളേഴ്സ്. സോ $6 അല്ല, $6 ബില്യൺ, അല്ലെങ്കിൽ $1 അല്ല, $1 ബില്യൺ. നിങ്ങൾ $1 എഴുതിയാൽ അവിടെ പാരാമീറ്റർ കറക്റ്റ് ആവോ? ഇല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? ഇൻ ബില്യൺ ഡോളേഴ്സ്. So sales of different type of digital games between 2000 and 2006, and summarize the information by selecting and report the main features and make comparisons where relevant. So നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് യൂഷ്വൽ എന്താണ് ബേസിക് സ്ട്രക്ചർ? നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനെ നമ്മൾ പാരാഫ്രൈസ് ചെയ്യും. ഇവിടെ നമ്മൾ അത് തന്നെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പാരാഫ്രൈസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ ആക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? ബാർ ഗ്രാഫിന് പകരം നമുക്ക് എന്ത് പറയാം? ദ കോളം ഡയഗ്രാം. സോ ദ കോളം ഡയഗ്രാം ഷോസ്, അല്ലെങ്കിൽ ദ കോളം ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദ ഇൻ്റർനാഷണൽ സെയിൽസ് ഓഫ് വേരിയസ് കൈൻഡ് ഓഫ് ഡിജിറ്റൽ ഗെയിംസ് എന്ന് പറയാം. ആൻഡ് ഡ്യൂറിങ് ദ ടൈം പീരീഡ് ഓഫ് 2000 ആൻഡ് 2006. അങ്ങനെ നമുക്ക് പാരാഫ്രൈസ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് പാരാഫ്രൈസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പാരാഫ്രൈസ് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് എന്താണ് ഇവിടെ മെയിൻ ഐറ്റം? നമ്മുടെ ഗ്രാഫ്, നമ്മുടെ വിഷ്വൽ ഇൻഫർമേഷൻ. സോ ദിസ് ഈസ് എ വിഷ്വൽ ഇൻഫർമേഷൻ യു ആർ ഗെറ്റിംഗ്. ഇതാണ് നിങ്ങളുടെ ബേസിക് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ഇതൊരു ബാർ ഡയഗ്രാം ആണ്. ഇവിടെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഗെയിംസ് തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുക. 4 ടൈപ്പ് ഓഫ് ഗെയിംസ് എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ ഗെയിംസ് ഉണ്ട്, ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, കോൺസോൾ ഗെയിംസ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് ഗെയിംസ് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ഇയർ എന്താണ്? 2000 to 2006 ആണ് ഇവിടുത്തെ ടൈം പീരീഡ് വരുന്നത്. ഗുഡ് മോർണിംഗ് അച്ചു. ആൻഡ് എന്തിൻ്റെ ബേസിസിൽ, എന്ത് പാരാമീറ്ററാണ് സെയിൽസ്, അല്ലെങ്കിൽ എത്രയാണ് എമൗണ്ട് വരുന്നത്? ബില്യണിലാണ് ഇവിടുത്തെ സെയിൽസ് പറയുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് ഓർഡർ നോക്കാം. ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ലെഫ്റ്റിൽ ബ്ലാക്ക് സോളിഡായിട്ട് വരുന്ന ബാറാണ് മൊബൈൽ ഫോൺ ഗെയിംസ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ എന്താണ്? ഡയഗണൽ ലൈൻസ് വരുന്നതാണ് ഓൺലൈൻ ഗെയിം. ആൻഡ് നെക്സ്റ്റ് വൺ
കോൺസോൾ ഗെയിംസ് ആണ്. ലാസ്റ്റ് വൺ, അതായത് ബ്ലാക്കിൽ ഡിസൈൻസ് ആയിട്ട് വരുന്നതാണ് ഹാൻഡ് ഹെൽഡ് ഗെയിംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബാർസ്. സോ 4 ഗ്രാഫ് ഉണ്ട്, അല്ല 4 ബാർ ഉണ്ട്. ഈ 4 ടൈപ്പ് ഓഫ് ഗെയിംസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി എന്തൊക്കെ അനലൈസ് ചെയ്യണം? നമുക്ക് ഓവറോൾ എഴുതണം അല്ലേ. ഓവറോൾ എഴുതുന്ന കേസിൽ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? യു ക്യാൻ ഈദർ ഗോ ഫോർ എ നോട്ടീസബിൾ ട്രെൻഡ്, ഒന്നെങ്കിൽ ഒരു നോട്ടീസബിൾ ട്രെൻഡ് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻ ജനറൽ നിങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഗ്രാഫ് കണ്ട. ഇങ്ങനെ 2 രീതിയിൽ ഓവർവ്യൂ എഴുതാം. സോ 2 രീതി നോക്കുകയാണെങ്കിൽ, നോട്ടീസബിൾ ട്രെൻഡ് എന്ന രീതി നോക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഇവിടെ നമുക്ക് എടുത്തൊരു കാര്യം കാണാം. എന്താണ്? സെയിൽസ് ഓഫ് ഹാൻഡ് ഹെൽഡ് ഗെയിംസ്. മറ്റുള്ള എല്ലാ ബാർസ് അല്ലെങ്കിൽ ബാക്കി എല്ലാ സെയിൽസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ ടൈപ്പ് ഓഫ് ഗെയിമിൻ്റെ സെയിൽസ് ഭയങ്കര ഡിഫറെൻ്റാണ്. എന്താണ്? അത് മാത്രം സിഗ്നിഫിക്കൻ്റ്ലി അല്ലെങ്കിൽ ഹൈ മാർജിനിൽ ഇതായി നിൽക്കുന്നത്. സോ യു ക്യാൻ സേ ആസ് ഇറ്റ് ഒബ്സർവ്ഡ് ദ സെയിൽസ് ഓഫ് ഹാൻഡ് ഹെൽഡ് ഗെയിംസ് ഡൊമിനേറ്റഡ് ദ മാർക്കറ്റ് വിത്ത് എ ലാർജ് മാർജിൻ. നമുക്കിങ്ങനെ എന്ത് പറയാം? സ്പെസിഫൈഡ് നോട്ടീസബിൾ ട്രെൻഡ് എന്ന രീതിയിൽ ഓവർവ്യൂ പറയാം. അല്ല എങ്കിൽ രണ്ടാമത്തെ രീതി എന്താണെന്ന് പറഞ്ഞ് ജനറൽ ട്രെൻഡ്. ജനറലി പറയുകയാണെങ്കിൽ നോക്കുക, ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക. ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? 4ൽ 3 ടൈപ്പ് ഓഫ് ഗെയിമിലും അവിടെ സെയിൽസ് ഇൻക്രീസിങ് ആണ്. എന്നാൽ ഒരൊറ്റൊരെണ്ണത്തിൻ്റെ കേസിൽ സെയിൽസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ക്ലോസ്ലി നോക്കിയാൽ ഏതിനാണ് ആ ഫ്ലക്ച്വേറ്റിംഗ് വാല്യൂ വരുന്നത് നോക്കുക. ഏതിനാണ്? കോൺസോൾ ഗെയിംസ്. ബാക്കി മൊബൈൽ ഫോൺ ഗെയിം ആയാലും ഓൺലൈൻ ഗെയിം ആയാലും ഹാൻഡ് ഹെൽഡ് ഗെയിം ആയാലും ഈ 3നും അവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്തു. പക്ഷേ കോൺസോൾ ഗെയിമിൻ്റെ കേസിൽ അവിടെ ഫ്ലക്ച്വേറ്റ് ആണ്. ഗ്രാജുവലി ഡിക്രീസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, എഗെയിൻ ഡിക്രീസ് ചെയ്തു. സോ വാല്യൂസ് അവിടെ സെയിൽസ് ഫ്ലക്ച്വേറ്റ് ചെയ്തു. സോ യു ക്യാൻ ഇത് ഈ ഒരു രീതിയിലും പറയാം, ഔട്ട് ഓഫ് ദ 4 ഗെയിംസ് 3 ഗെയിംസ് ഹാഡ് ആൻ ഇൻക്രീസ് ഇൻ ദ സെയിൽ എക്സെപ്റ്റ് 4 കൺസോൾ ഗെയിംസ്. ഇങ്ങനെയും നിങ്ങൾക്ക് ഒരു ഓവറോൾ പറയാം. ഇനി നിങ്ങൾക്ക് ഏത് ഓവറോൾ എഴുതണം? ഹൗ വുഡ് യു ഡിസൈഡ് ദാറ്റ്? നിങ്ങൾ നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നു അതിനനുസരിച്ച് പറയാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് ഇതേ ഒരു ഓർഡറിലാണ്, അതായത് ഇൻക്രീസിങ് ഒരു ബോഡി പാരഗ്രാഫ്, മറ്റേത് ഡിക്രീസിങ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ട്രെൻഡ് കാണിക്കുന്നത് അനദർ ബോഡി പാരഗ്രാഫ് എന്ന രീതിയിലാണെങ്കിൽ ജനറലായിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ. അല്ല, നിങ്ങളല്ലാതെയാണ് ബോഡി പാരഗ്രാഫ്, അതായത് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടീസബിൾ ആയിട്ടുള്ള ട്രെൻഡ് സെപ്പറേറ്റ് പാരഗ്രാഫ് ആൻഡ് അതേഴ്സ് ഒരുമിച്ച് എന്ന രീതിയിലാണ് പറയാൻ പോകുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ എന്താണ് ഹാൻഡ് ഹെൽഡ് ഗെയിംസിൻ്റെ സുപ്രീമസി കാണിച്ചിട്ട് നിങ്ങൾക്ക് ഓവർവ്യൂ എഴുതാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന സാമ്പിൾ ജനറലായിട്ടുള്ള സാമ്പിളാണ്, അതായത് എന്താണ് 3 എണ്ണം ഇൻക്രീസ് ചെയ്തു, ഒരെണ്ണം മാത്രം വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ബോഡി പാരഗ്രാഫ് നമുക്ക് ചെയ്യാം. 2 രീതി, 2 അല്ല ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്യാം. ഓരോരുത്തരുടെ പ്രിഫറൻസസ് ആൻഡ് പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് സിംപ്ലി യു ഹാവ് ടു ഗ്രൂപ്പ് ആൻഡ് കമ്പയർ, അല്ലേ? നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം, കമ്പയർ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അതിനേതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ ഒരു ചോയ്സ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, ഹിയർ ഐ ആം ഫോളോയിങ് എന്താണ് സിമിലർ ട്രെൻഡ് കണ്ടുപിടിക്കുന്നു, അവിടെ തന്നെ കമ്പയർ ചെയ്ത് ആ രീതിയിൽ പറയുന്നു. അപ്പം നമുക്ക് സിമിലർ ട്രെൻഡുള്ള 3 എണ്ണം ആദ്യം എടുക്കാം. സിമിലർ ട്രെൻഡുള്ള ഏതൊക്കെയാണ്? ഹാൻഡ് ഹെൽഡ് ഗെയിംസ് ഉണ്ട്, മൊബൈൽ ഫോൺ ഗെയിംസ് ഉണ്ട്, ഓൺലൈൻ ഗെയിംസ് ഉണ്ട്. സോ ഈ 3 എണ്ണത്തിൻ്റെ കേസിൽ ഹാൻഡ് ഹെൽഡ് ഗെയിംസ് എന്താണ്? നമ്മൾ ഇതിവിടെ എന്താണ് ഇതിൻ്റെ സെയിലിൻ്റെ ഹൈ മാർജിനെ കുറിച്ച് നമ്മൾ ഓവർവ്യൂവിൽ പറയുന്നില്ല. സോ പറയാം ഹാൻഡ് ഹെൽഡ് ഗെയിംസ് ഹാഡ് ആൻ എന്താണ് ഡോമിനൻറ്റ് പ്ലേസ് ഇൻ ദ സെയിൽസ് ഈവൻ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. 2000 തന്നെ അവിടെ എന്താണ് അതിന് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു പൊസിഷനുണ്ട്, ഒരു ഡൊമിനൻറ്റ് പൊസിഷനുണ്ട്. അത് നമുക്ക് മെൻഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇറ്റ് സെയിൽസ് വാസ് അറൌണ്ട് $11 billion വിച്ച് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ടു $15 billion ബൈ 2005. 2005 വരെ അവിടെ ഒരു ഗ്രാജുവലി ഉള്ളൊരു ഇൻക്രീസാണ് കാണിക്കുന്നത്, അല്ലേ? പെതുക്കെ ആ വാല്യൂ ഓവർ ഒരു 6 വർഷത്തിൻ്റെ ഇടവേളയിൽ അല്ലെങ്കിൽ 6 വർഷത്തെ ഗ്യാപ്പിൽ അവിടെ ജസ്റ്റ് എത്രയാണ് ഒരു $4 billion സെയിൽസ് ഡിഫറൻസേ വന്നിട്ടുള്ളൂ. ബട്ട് 2005 and 2006 നോക്കുകയാണെങ്കിലോ അവിടുത്തെ സെയിൽസ് സ്പൈക്ക് ചെയ്തു, സർജ് ചെയ്തു, അല്ലേ? ജസ്റ്റ് 1 year ഗ്യാപ്പിൽ അവിടെ $3 billion ഡിഫറൻസ് വന്ന സെയിലിൽ. അപ്പോൾ ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയാം. സോ എന്താണ് ഇനിഷ്യലി ദ സെയിൽസ് വാസ് അറൌണ്ട് $11 billion വിച്ച് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ടു around $50 million by 2005. where there was a surge in sales by 2006 which reached to $18 billion. So നമുക്ക് അങ്ങനെ പറയാം. സിമിലർലി എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. റീസൺ എന്താണ്? ഇവിടെ സിമിലർ ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിലും മൊബൈൽ ഫോൺ ഗെയിംസും ഓൺലൈൻ ഗെയിംസും ഡിഫറെൻറ്റ് ഇയേഴ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം.
അപ്പോൾ എന്താണ് ദ മൊബൈൽ ഫോൺ ഗെയിംസ്? നമുക്കിവിടെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ഗെയിംസ് ആണ്. ഓൺലൈൻ ഗെയിംസ് ആൻഡ് മൊബൈൽ ഫോൺ games were introduced in the years 2001 and 2002 respectively with an initial sales of $1 and $2 billion. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് പറയാം. എന്താണ്? 2002, by 2002 the sales of online games എന്താണ് came to had its equal value as the mobile phone value. Both of these values increased over the time, where the mobile phone game sales increased from $2 billion to $7 billion over the 6-year period. 5-year period. Whereas the case of online games, the value increased from $1 million to around $10 billion over the time of 6 years. So ഒന്ന് 5 years ആണ്, ഒന്ന് 6 years ആണ്. അപ്പോൾ എന്താണ്? ഒന്ന് 1-ൽ നിന്നും 10 ബില്യണിലേക്കും മറ്റേത് 2-ൽ നിന്നും 7 ബില്യണിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്ത് പറയാൻ പറ്റും. ദെൻ നമുക്ക് എന്താണ്? However, in the case of console games, the values had fluctuated over the given time period. Initially, the sales of console games were just around എന്ന് പറയാൻ പറ്റില്ല, കാരണം were around $6 billion, which gradually dipped to $3 million by 2003, from where the sales has gradually increased to around $5 billion, which fell back to $3 billion by 2006. അല്ലേ? ഇവിടെ വാല്യൂ 6-ൽ നിന്നും 3 ആയി, 3-ൽ നിന്നും വീണ്ടും 5-ലേക്ക് എത്തി, അവിടുന്ന് വീണ്ടും 3-ലേക്ക് എന്ത് ചെയ്തു? ഫോൾ ചെയ്തു. സോ എന്താണ് ഇവിടെ നമ്മൾ ഗ്രാഫ് പറയുമ്പം ആ ഗ്രാഫിൽ ഓവറോൾ ട്രെൻഡ് അല്ല ബോഡി പറയേണ്ടത്. സ്പെസിഫൈ ചെയ്ത ആ പേസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് പറയാം. ഇല്ല എങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുമോ ടാസ്ക് അച്ചീവ്മെൻറ്റ്? ഇല്ല. ടാസ്ക് അച്ചീവ്മെൻറ്റ് എന്താണ്? നമ്മൾ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് പറയുകയാണ് മൊബൈൽ ഫോൺ അല്ല ഹാൻഡ് ഹെൽഡ് ഗെയിംസിൻ്റെ വാല്യൂ സെർച്ച് ചെയ്തു ഒറ്റയടിക്ക് പറഞ്ഞാൽ അവിടെ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തു? ഇല്ല. കാരണം അവിടെ 2000 to 2005 സെയിൽ എന്ന് പറയുന്നത് ഗ്രാജുവൽ ഇൻക്രീസ് ആണ്. ഗ്രാജുവലി ആ വാല്യൂ കൂടി വരുവാണ് ചെയ്തത്. ആൻഡ് 5 to 6 നോക്കുകയാണെങ്കിൽ ആ വാല്യൂ എന്ത് ചെയ്തു? സെർച്ച് ചെയ്തു, അല്ലെ സ്റ്റോർ ചെയ്തു, ഒറ്റയടിക്ക് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്തു. ഒരു ഗ്യാപ്പിൽ $3 billion സെയിൽ വന്നു. ആൻഡ് ഇറ്റ് ടുക്ക് അറൗണ്ട് 6 years to increase $4 million sales. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയേഷൻ അവിടെ കാണിക്കണം. പിന്നെ ബാക്കി രണ്ടും പറയുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? രണ്ടും ഡിഫറെൻറ്റ് ഇയേഴ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ആ ഇയേഴ്സ് മെൻഷൻ ചെയ്ത് ഈ ഇയേഴ്സിലാണ് ഇത് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാർക്കറ്റിലേക്ക്. ആൻഡ് ഇനിഷ്യൽ സൈസ് ഇത്രയൊക്കെയായിരുന്നു. ഇനിഷ്യൽ സൈജസിൽ നിന്ന് ലാസ്റ്റ് ഇതായപ്പോഴേക്കും വാല്യൂ എത്രയായി? കൂടി എത്തി. ഇവിടെ രണ്ട് കേസിലും വാല്യൂ ഗ്രാജുവലി കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബോത്ത് കേസസിലും വാല്യൂ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് കമ്പൈൻ ചെയ്തിട്ട് നമുക്കറിയാം എന്താണ് ഇനിഷ്യൽ വാല്യൂ ഇതായിരുന്നു, വിച്ച് ഗ്രാജുവലി ഇൻക്രീസ് ടു റെസ്പെക്റ്റീവ് വാല്യൂസ് എത്രയെന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് ചെയ്ത് പറയാം. പിന്നെ നമുക്ക് ഇവിടുത്തെ കോൺട്രാക്ഷൻ വരുന്ന അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ട്രെൻഡ് ഏതിൻ്റെ ആയിരുന്നു? കോൺസോൾ ഗെയിംസിൻ്റെ ആയിരുന്നു. കോൺസോൾ ഗെയിംസ് വരുമ്പോൾ എന്താണ് ഇവിടെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യണം അല്ലേ? നോക്കിയേ, ഫസ്റ്റ് അത് 6 billion ആയിരുന്നു, അത് ഗ്രാജുവലി ഹാഫായിട്ട് മാറി. 2003 ആയപ്പോഴേക്കും സെയിൽ ഹാഫായി. ആൻഡ് എഗെയിൻ ഇൻക്രീസ് ചെയ്ത് അറൗണ്ട് $5 billion വന്നു. ആൻഡ് വീണ്ടും 3 billion പോയി. സോ നമുക്ക് ഇൻക്രീസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഡിക്രീസ് ചെയ്തെന്ന് പറയാനില്ല, വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഗ്രൂപ്പ്. ഒരു വേ ഇതാണ്. അനദർ വേ നോക്കുകയാണെങ്കിലോ, ഞാൻ മുമ്പേ പറഞ്ഞു എന്താണ് ഹാൻഡ് ഹെൽഡ് ഗെയിംസിന് മാത്രം സെയിൽ ഭയങ്കര വേരി ചെയ്ത് നിൽക്കുന്നത്. സോ യു ക്യാൻ മെൻഷൻ ഹാൻഡ് ഹെൽഡ് ഗെയിംസ്. ആ ഒരു കാര്യം മാത്രം ഒരു പാരഗ്രാഫിലാക്കി അതിനെ പറയാം. ഹാൻഡ് ഹെൽഡ് ഗെയിംസിന് എന്താണ് ഡൊമിനൻ്റ് ആയിരുന്നു, മറ്റുള്ളതിൽ നിന്ന് നോക്കുമ്പോൾ ലാർജ് മാർജിൻ ഡിഫറൻസ് ഉണ്ട്. സോ ഇനിഷ്യലി ഇതായിരുന്നു, മുമ്പേ പറഞ്ഞല്ലേ സെയിം കാര്യം തന്നെ. എന്താണ് ഗ്രാജുവലി ഈ വാല്യൂ കൂടി ദെൻ 2005 ഇൻക്രീസ് ചെയ്തു. അത് തന്നെയാണ്, കോണ്ടന്റ് സെയിം ആണ്, പക്ഷേ ഹൗ യു ഗ്രൂപ്പ് ഇറ്റ് അല്ലെങ്കിൽ എങ്ങനെ പാരഗ്രാഫ് ആക്കുന്നു എന്നത് ചേഞ്ച് ആവും. ആൻഡ് അടുത്ത ബോഡി പാരഗ്രാഫിലേക്ക് വരും ഫോളോഡ് ബൈ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ ഫോളോഡ് ബൈ എന്ന് പറഞ്ഞ്? ഇല്ല, കാരണം സെക്കൻഡ് പൊസിഷനിലേക്ക് നമുക്കൊന്നിനെയും കൊണ്ടുവരാൻ പറ്റത്തില്ല.
പലതും പല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് അതർ 3 ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് പറയാം, ഈ 2 ഗെയിംസ് മൊബൈൽ ഫോൺ ആൻഡ് ഓൺലൈൻ ഗെയിംസ് ഇന്ന ഇയേഴ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൻഡ് അത് ഗ്രൂപ്പ് ചെയ്ത് പറയാൻ. അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരാം. ഹവർ ഈ ഒരു വാല്യൂ എന്താണ്, കൺസോൾ ഗെയിംസിൻ്റെ കേസിൽ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തു, ആ രീതിയിൽ അവിടെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റൈലിൽ എങ്ങനെ ഈ ഒരൊറ്റ ഗ്രാഫിനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഈ 2 ഇതും എഴുതണം, അതായത് 2 ഓവർവ്യൂവും ഓവറോളും എഴുതണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ചില കേസസ് കാണാറുണ്ട്, മുകളിൽ ഒരു ഓവർവ്യൂ പറയും, ആസ് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയും, ലാസ്റ്റിലൊരു ജനറലായിട്ടുള്ള ഓവർവ്യൂവും പറയാറുണ്ട്. ഇവിടെ അങ്ങനെ എഴുതണമെങ്കിൽ സെക്കൻഡ് രീതി പറയാം. കാരണം എന്താണ്, സെക്കൻഡ് രീതി ഹൈലൈറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓവർവ്യൂവിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ട്രെൻഡ് മെൻഷൻ ചെയ്തിട്ട് അതിന് ഫോക്കസ് ചെയ്തിട്ട് ബോഡി പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ആൻഡ് അപ്പോൾ ഗ്രാജുവലി ലാസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്, ഇതെടുത്ത് പറയാൻ പറ്റും, 3 out of 4 ഗെയിംസിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്, മറ്റേ കൺസോളിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്ത് ഓവറോൾ പറയാൻ പറ്റും. അല്ല, തിരിച്ച് ആദ്യം പറഞ്ഞ സ്റ്റൈൽ എഴുതുന്നതെങ്കിൽ യു ഗൈസ് ആർ ഓൾറെഡി ഒരു ജനറലായിട്ട് ഉള്ള ഓവർവ്യൂ പറഞ്ഞിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ലാസ്റ്റിലൊരു ഓവർവ്യൂ എഴുതേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഗെയിംസിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്യാം, പക്ഷേ ഓപ്ഷണലാണ്. അപ്പോൾ ഈ 2 സ്റ്റൈലിലും ഒരേ പാരഗ്രാഫിനെ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്താണ്? ഹൗ യു ഗ്രൂപ്പ് ദ ഐഡിയാസ്, അല്ലെങ്കിൽ ട്രെൻഡ്സിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന കാറ്റഗറീനെ നിങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഐഡിയാസിനെ അല്ലെങ്കിൽ പോയിൻറ്റ്സിനെ നിങ്ങൾ എന്തിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുന്നു, ആൻഡ് അതിൽ ഓവർവ്യൂ എഴുതുമ്പോൾ എങ്ങനെ ഈ സ്റ്റൈലിലും എങ്ങനെ ഓവർവ്യൂ എഴുതണം, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈസി ആയിട്ട് തോന്നുന്നത്, ഏതൊരു രീതിയിലാണ് എഴുതുന്നത് ബെറ്റർ എന്ന് തോന്നുന്നത്, യു ഗൈസ് ക്യാൻ ഫോളോ ദാറ്റ്. either one is കറക്റ്റ്. ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കൺഫ്യൂസിങ് ആവും. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്, ഒരേ സ്റ്റൈല് ഗ്രൂപ്പ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം സ്പെസിഫിക് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ഗ്രൂപ്പ് ചെയ്ത് പറയുന്നതാണ്. ഇറ്റ്സ് അപ് ടു യു. ആൻഡ് കമ്പാരിസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്, നമുക്ക് മൊബൈൽ ഫോൺ ആൻഡ് ഓൺലൈൻ ഗെയിംസിനെ കമ്പയർ ചെയ്ത് പറയാം. കാരണം അവിടെ എന്താണ്, അവർ ഇനിഷ്യലി ഇല്ലായിരുന്നു, 2ൻ്റെ കേസിലും ഇനിഷ്യലി അല്ല, 2 ഇയേഴ്സിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അവിടുത്തെ ട്രെൻഡ്സ് സിമിലർ ആണ്. സോ അത് ഗ്രൂപ്പ് ചെയ്ത് കമ്പയർ ചെയ്ത് പറയാം. ഇന്ന കേസിൽ ഇത് 2001 മറ്റേ 2002 ആണ്. ആൻഡ് ഇതിൻ്റെ സെയിൽസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു. ആൻഡ് 2006 ആയപ്പോൾ മൊബൈൽ ഫോണിന് എത്രയാണ് 7 മറ്റേതിന് $10 ബില്യൺ സെയിൽസ് ഉണ്ടാവുന്നു. ആ ഒരു രീതിയിൽ പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് എഴുതാൻ 2 സ്റ്റൈലിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, ട്രൈ ചെയ്തു. ആ രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്തു. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് ഗോട്ട് ഇറ്റ്. അതായത് എങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, എങ്ങനെയാണ് ആ 2 രീതി എഴുതാൻ പറ്റുന്നത്, ആൻഡ് അപ്പോൾ ഓവർവ്യൂവിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ബോഡി പാരഗ്രാഫിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ആ കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന ക്ലാസ്സസിൽ നമ്മൾ ഇതുപോലെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട് യു ഗൈസ് ക്യാൻ ആസ്ക്, ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ആൻഡ് ഐ എം വൈൻഡിങ് അപ്പ് ദ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you.